റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് സംഭവിച്ചു. 2.5 വർഷത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു നാറ്റോ രാജ്യത്തിന്റെ നേതാവ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണത്തിലേർപ്പെട്ടു. 2.5 വർഷമായി ഏത് നാറ്റോ രാജ്യത്തിന്റെ നേതാക്കന്മാരും റഷ്യയുമായോ റഷ്യൻ പ്രസിഡന്റുമായോ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായി സംസാരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ജർമ്മനിയുടെ നേതാവാണ്. പതിവ് പോലെ ഈ ടെലിഫോണിക് കോൺവെർസേഷൻ അവസാനിച്ചതിന് ശേഷം സെലൻസ്കി ഒരു കാര്യം തുറന്നു പറഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉക്രൈനെ നിങ്ങൾ പിന്തുണയ്ക്കും, ഉക്രൈന് നിങ്ങൾ എല്ലാ സഹായവും ചെയ്യും എന്ന് നോക്കിയപ്പോൾ റഷ്യയോട് നിങ്ങൾ നല്ല ബന്ധത്തിൽ പോകാൻ തുടങ്ങി. ഇങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഐസൊലേഷൻ എന്ന കോൺസെപ്റ്റിനുള്ളിൽ റഷ്യ എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് തുറന്ന് അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇത് ഒരു തുടക്കം മാത്രമാണ്. വീണ്ടും ട്രംപ് ഔദ്യോഗികമായി ഓഫീസിൽ വന്നതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ നോക്കിയാൽ സെലൻസ്കി എന്താകുമെന്നേ അറിയില്ല. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ലാപ്സ്കോപ്സ് എത്ര തന്നെ ജർമ്മനിയിൽ ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് പ്രശ്നം വന്നു, മുൻകൂട്ടി തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നാലും ഇദ്ദേഹത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്തോ ഒരു വലിയ ലാഭം ലഭിക്കുന്നുണ്ട്. കാരണം തുടക്കം മുതലേ ജർമ്മനിയുടെ നിലപാട് നോക്കിയാൽ ഉക്രൈന് ഒരുപാട് സഹായം നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുണ്ടായിരുന്നു. എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ നൽകിയിട്ടുള്ളത് ജർമ്മനിയാണ്. അതുകൂടാതെ ലെപ്പേർഡ് പീരങ്കികൾ കൂടുതൽ എണ്ണം ഉക്രൈൻ നൽകിയതും ജർമ്മനി മാത്രമാണ്. മറ്റ് രാജ്യങ്ങളുടെ പക്കൽ നിന്നും ആയുധം വാങ്ങി നൽകിയതും ജർമ്മനിയാണ്. അതേസമയം റഷ്യയിൽ നിന്ന് വീണ്ടും ഗ്യാസ് വാങ്ങുന്നതും ജർമ്മനിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് പോലെ ജർമ്മനിയെ സംബന്ധിച്ച് ഒരു മൾട്ടി ഫേസ്ഡ് കൺട്രി എന്ന് പറയാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. എങ്കിലും ജർമ്മനി ഇവയിൽ ഒരു പടി മുകളിലാണ്. തുടക്കം മുതലേ റഷ്യയുമായി ഒരു നല്ല ബന്ധം ജർമ്മനിക്കുണ്ടായിരുന്നു. അത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് വരെ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം മറ്റു മാർഗമില്ലാതെ പല സമ്മർദ്ദത്തിനപ്പുറം റഷ്യയെ അവർ നേരിട്ട് എതിർക്കാൻ തുടങ്ങി. ഇന്നുവരെയും ആ ഒരു അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച് ജർമ്മനിയുടെ പക്കൽ നിന്നും പെട്ടെന്നൊരു ഓഡിയോ ലീക്കായി. ക്രീമിയൻ ബ്രിഡ്ജിനെ തകർക്കണം എന്നാവശ്യപ്പെട്ട് അവരുടെ ടോപ്പ് കമാൻഡോസ് ജനറൽസ് സംസാരിച്ചിരുന്നു. അത് വലിയ ചർച്ചയായി മാറി. ജർമ്മനിയുടെ ഈ ഉപദേശത്തിന്മേൽ ക്രീമിയൻ ബ്രിഡ്ജിനെ തകർക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അതൊരു മോശമായ പ്രത്യാഘാതം സൃഷ്ടിക്കും. അങ്ങനെ റഷ്യ ഒരു മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ പല സംഭവങ്ങൾ റഷ്യക്കെതിരെ ജർമ്മനി ചെയ്തിട്ടുണ്ട്. എന്തിന്, അടുത്തിടെ പോലും പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. എന്തിന് വെറുതെ സമാധാന ചർച്ചയൊക്കെ നടത്തി സമയം കളയണം? ജർമ്മനിയുടെ മിസൈൽസ് ഉപയോഗിച്ച് റഷ്യയിൽ ഒരു ആക്രമണം നടത്തി ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ അങ്ങനെയൊന്ന് നടന്നാൽ അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുമെന്നുള്ളതും നമുക്കറിയാം. ഇദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. എന്നാൽ അടുത്ത് ജർമ്മനി റഷ്യ എന്ന പ്രശ്നമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള പല തമാശകൾ ഇതിനിടയിൽ പോയി. അപ്പോ ജർമ്മനിയെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് മാത്രമല്ല 2 ഭാഗത്തു നിന്നും ലാഭം നേടാൻ വേണ്ടി പല രീതിയിൽ സംസാരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോ ഈ ടെലിഫോണിക് കോൺവെർസേഷൻ 1 മണിക്കൂറോളം സംസാരിച്ചു. ഈ 1 മണിക്കൂറിൽ ഇവർ എന്ത് സംസാരിച്ചു എന്നത് ക്രെംലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രെംലിന്റെ സ്പോക്സ് പേഴ്സൺ ഇതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പറഞ്ഞു. ആദ്യം ജർമ്മനി എന്ത് പറഞ്ഞു എന്നറിയാം. അതിനു മുൻപ് ഇതെല്ലാം സംഭവിക്കുന്നത് ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ്. അതിന്റെ ആദ്യ തുടക്കമാണിത്. കാരണം എങ്ങനെ നോക്കിയാലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഏതോ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു. അതിന്റെ ആദ്യ ഘട്ടമായി ജർമ്മനി തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജർമ്മനി പറഞ്ഞത് റഷ്യയ്ക്കും ജർമ്മനിക്കും ഇടയിൽ ഒരു പുതിയ തുടക്കം വന്നിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഈ ഒരു ഫോൺ കോളിൽ ഡിസ്കസ് ചെയ്തു. ജർമ്മനിയുടെ നിലപാട് എന്നും മാറാൻ പോകുന്നില്ല. ഈ കാര്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ജർമ്മനിയുടെ നിലപാട്, ജർമ്മനി ഉക്രൈനെ സഹായിക്കുന്നതിൽ നിന്നും 1% പോലും പിന്മാറില്ല. ഉക്രൈന് എത്രത്തോളം സഹായം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ജർമ്മനിയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അതേസമയം യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ നന്മയെ കരുതി, കൂടാതെ ലോകം മുഴുവന്റെയും നന്മയെ കരുതി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ സഹകരിക്കാൻ കഴിയുമെന്നുള്ള പല സംസാരം അവിടെ നടന്നു. ഒരു സമാധാന ചർച്ചയിലൂടെ എങ്ങനെ ഈ ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്നുള്ളത് 2 രാജ്യത്തിന്റെ നേതാക്കന്മാരും സംസാരിച്ചു. കൂടാതെ ജർമ്മനി, റഷ്യ
ഇവരുടെ ഈ സാമ്പത്തിക ബന്ധം എങ്ങനെ വീണ്ടും മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യവും അവിടെ പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ഒരു 3 ദിവസത്തിന് പുറകിലേക്ക് പോയാൽ ഇതേ വ്യക്തി പറഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഗ്യാസ് നിങ്ങൾ തന്നെ വച്ചിരിക്കുക. റഷ്യയുടെ ഗ്യാസ് ഇല്ലാതെ ജർമ്മനിക്ക് എന്ത് ജീവിക്കാൻ സാധിക്കില്ലേ? നിങ്ങളുടെ ഗ്യാസ് വിശ്വസിച്ച് മാത്രമാണോ ജർമ്മനി നിലനിൽക്കുന്നത് എന്ന് ഒരു വലിയ പ്രസ്താവന നൽകി. ലോകത്തിലെ ഒരുപാട് രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുമുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം തന്നെ ഭേദം എന്ന് തോന്നിപ്പോകും. അപ്പോ 3 ദിവസം മുൻപ് അങ്ങനെ പറഞ്ഞ വ്യക്തി ഇപ്പോ വീണ്ടും ഈ ടെലിഫോണിക് കോൺവെർസേഷനിൽ റഷ്യയുടെ ഗ്യാസ് വേണമെന്ന് അങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങി. അപ്പോ അദ്ദേഹത്തിന്റെ മൊത്തം 2 മുഖങ്ങളുണ്ട്. പബ്ലിക്കായി പറയും, ഞാൻ പറയുന്നതാണ് നിയമം, റഷ്യയുടെ ഗ്യാസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ. എന്നാൽ ഇൻഡയറക്റ്റായി പേഴ്സണൽ ഫോൺ കോളിലൂടെ സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഗ്യാസ് നൽകുക, ഇങ്ങനെയായിരിക്കും ആവശ്യപ്പെടുക. അപ്പോ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രെംലിൻ പറഞ്ഞത്, ഈ 2 രാജ്യങ്ങളുടെ നേതാക്കന്മാർക്കും ഇടയിൽ ഉണ്ടായ സംഭാഷണം ജർമ്മനിയെ സംബന്ധിച്ച് അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമാണെങ്കിലും, എന്നാൽ അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് അറിയണം. ഇതിന്റെ എല്ലാം തുടക്കം എന്താണെന്നുള്ളതും മനസ്സിലാക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നുള്ളതും ജർമ്മനി മനസ്സിലാക്കണം. സെക്യൂരിറ്റി അഷ്വറൻസ് ഉക്രൈന് ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഉക്രൈനുള്ളിൽ റഷ്യ പിടിച്ചുവച്ചിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം റഷ്യക്ക് സ്വന്തമാണ്. അത് ഉക്രൈൻ ചോദിക്കാൻ പാടില്ല. നാറ്റോയിൽ ഞങ്ങൾ ഒരിക്കലും ചേരില്ല എന്ന് ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉക്രൈൻ റഷ്യക്ക് നൽകണം. ഇതാണ് ആദ്യത്തെ പ്രശ്നം. ഈ യുദ്ധം തുടങ്ങാൻ കാരണം തന്നെ ഇതാണ്. ഇത് പരിഹരിക്കുന്നതുവരെയും ഏതൊരു സമാധാന ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് ജൂൺ മാസത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. ജൂൺ മാസത്തിലായിരുന്നു ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞു. ഇവയെല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒരു സമാധാന ചർച്ച നടത്തും. അതിനു മുൻപ് എമർജൻസി സീസ് ഫയർ കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ വ്യവസ്ഥകൾ എല്ലാം ഉക്രൈൻ തൃപ്തിപ്പെടുത്തണം. അത് മറ്റു രാജ്യങ്ങളെല്ലാം സ്ഥിരീകരിക്കണം എന്നും ക്രെംലിൻ ഔദ്യോഗികമായി അറിയിച്ചു. കൂടാതെ കളിയാക്കി പറഞ്ഞ മറ്റൊരു കാര്യം, ജർമ്മനി ഡബിൾ സൈഡ് ഗെയിം വളരെ നന്നായി തന്നെ കളിക്കുന്നുണ്ട്. ഒരു വശത്ത് ഉക്രൈന് കൂടുതൽ സഹായം നൽകുകയും മറുവശത്ത് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, കാരണം വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണത്തിൽ വരണം എന്നതിനു വേണ്ടി റഷ്യയുമായി ചർച്ചകൾ നടത്തുകയും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നു. അപ്പോ എന്തു തന്നെയായാലും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ റഷ്യയുടെ ഇൻഫ്ലുവൻസ്, റഷ്യയുടെ ഗ്യാസ് ഇല്ലാതെ ജീവിക്കാനാകില്ല എന്നുള്ളത് ജർമ്മനിയിലൂടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കും. ഇതിന് സെലൻസ്കി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ? പണ്ടോറസ് ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ദിവസം വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ചേർന്ന് ഐസൊലേഷൻ എന്ന പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്തണം, റഷ്യയെ കോർണർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ കാലമായി സൃഷ്ടിച്ചു വച്ചിരുന്ന ഐസൊലേഷൻ എന്ന കോൺസെപ്റ്റിനെ നിങ്ങൾ പെട്ടെന്ന് തകർക്കാൻ പോവുകയാണ്. ജർമ്മനി ഇങ്ങനെ ചില ചർച്ചകൾ നടത്തി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ചേർന്ന് പല പദ്ധതികൾ നടത്തിയാൽ പിന്നെ എങ്ങനെ റഷ്യയെ ഒറ്റപ്പെടുത്താൻ സാധിക്കും? റഷ്യയെ നമ്മൾ ഒറ്റപ്പെടുത്തണം എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയതുപോലെയാകും. ഇങ്ങനെയുള്ള ചർച്ചകൾ ജർമ്മനി കഴിവതും ഒഴിവാക്കണമെന്ന് സെലൻസ്കിയുടെ ആശങ്ക അവിടെ പ്രകടിപ്പിച്ചു. ആശങ്ക മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്കുള്ളിൽ തന്നെ ചില ഡീലിംഗ്സ് ഒക്കെ നടത്തി മറ്റു പല കാര്യങ്ങൾ ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. സത്യം പറഞ്ഞാൽ ഇത് തന്നെയല്ലേ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെസ്റ്റേൺ കൺട്രീസിനെയും മുഴുവനും വിശ്വസിച്ച് ഈ യുദ്ധത്തിൽ ഇറങ്ങരുത് എന്ന് തന്നെയല്ലേ ആദ്യം മുതലേ പറയുന്നത്? പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദിവസം നിങ്ങളെ കൊണ്ട് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും? എത്രയും പെട്ടെന്ന് റഷ്യയും ജർമ്മനിയും അവരുടെ ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഉക്രൈനെ ശരിയാക്കാൻ തുടങ്ങിയാൽ എത്ര കാലം എടുക്കും? 2030 അടുത്ത പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജർമ്മനിയുടെ ചില ഡോക്യുമെന്റ്സ് ചോർന്നു. 5-6 മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഭാഗം കണ്ടിരുന്നു. 2030 മുതൽ അടുത്ത വേൾഡ് വാർ എങ്ങനെ സംഭവിക്കും? കലിൻഗ്രാഡ് പ്രദേശത്ത് നിന്ന് എങ്ങനെ യുദ്ധം തുടങ്ങും? റഷ്യ എന്തെല്ലാം ചെയ്യും? നാറ്റോ ഈ വാറിനെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യും? ഈ ഒരു വലിയ ഡോക്യുമെന്റ് ജർമ്മനിയിൽ നിന്നും ലീക്കായി. ഇവയെല്ലാം ഒരു കാര്യത്തെ തന്നെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. എന്നാൽ ഉക്രൈൻ അവരെ വീണ്ടും പുനഃക്രമീകരിച്ചാൽ മറ്റുള്ള എല്ലാവരും നല്ല രീതിയിലാകും. അവസാനം ബലിയാടാകാൻ പോകുന്നത് ഉക്രൈൻ മാത്രമായിരിക്കും. അവർ അവരുടെ രാജ്യത്തെ ശരിയാക്കാൻ തുടങ്ങിയാൽ
പല ബില്യൺ ഡോളേഴ്സ് ആകും എന്നതിനപ്പുറം പല വർഷമെടുക്കും ഉക്രൈൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ വരാൻ. ആരുടെയൊക്കെയോ വാക്ക് കേട്ട് ചെയ്യാൻ തുടങ്ങിയ ഈ ഒരു യുദ്ധം ഒരു വൻ ദുരന്തത്തിലായിരിക്കും അവസാനിക്കാൻ പോകുന്നത്. രണ്ട് ഭാഗത്തിനും തീർച്ചയായും നഷ്ടങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ നഷ്ടം അവിടെ ആർക്ക് സംഭവിക്കുമെന്ന് നോക്കിയാൽ തീർച്ചയായും അത് ഉക്രൈൻ തന്നെയായിരിക്കും. റഷ്യയെ സംബന്ധിച്ച് മുഴുവൻ ഭൂമി തിരിച്ചെടുത്ത് ക്രീമിയയ്ക്ക് ഒരു ലാൻഡ് കോറിഡോർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അവരുടെ വിജയം എന്ന് പറയാം. പക്ഷെ സെലൻസ്കിക്ക് എന്ത് പറയാൻ സാധിക്കും? റഷ്യയുടെ പക്കൽ നിന്ന് ഇത്ര സ്ഥലം ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കുമോ? ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അവസാന പോയിന്റിൽ വന്ന് നിൽക്കുന്നത് എത്ര ടെറിട്ടറി നഷ്ടപ്പെടുത്തി, എത്ര ഭാഗങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു, എത്ര തിരിച്ചെടുത്തു, ഇതൊക്കെയായിരിക്കും പരാജയവും വിജയവും അവിടെ തീരുമാനിക്കുന്നത്. അതിനാൽ ഉക്രൈന് ഒരിക്കലും തങ്ങളുടെ ഭാഗത്തുള്ള വിജയം അവിടെ ഒരിക്കലും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജർമ്മനി അതിനൊരു തുടക്കം കുറിച്ചുവെന്ന് മാത്രം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.